പ്രിയക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവാത്മാവിൻ്റെയും അശുദ്ധാത്മാവിൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവാത്മാവ് നീതി, സമാധാനം, സന്തോഷം എന്നീ നല്ല കാര്യങ്ങളെ ചെയ്യുവാൻ പ്രേരിപ്പിക്കുമ്പോൾ സാത്താൻ നമ്മെ പാപം ചെയ്യിക്കുവാൻ സാഹചര്യങ്ങൾ ഉളവാക്കുന്നു. സാത്താൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ തവണ ചിന്തിച്ചു. അവൻ മോഷ്ടിക്കുന്നവനാണ്, അറുക്കുന്നവനാണ്, മുടിച്ചു കളയുന്നവനാണ്. അനേക ദൈവമക്കളുടെ പിന്മാറ്റത്തിന് വേണ്ടി സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവരെ കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ പരിശ്രമിക്കും. പാപം ചെയ്യുവാൻ അവർ വളരെയധികം സാഹചര്യങ്ങൾ ഉളവാക്കും. ബലഹീനായ ഞാൻ ശുശ്രൂഷ 1987 മുതൽ ഉപവാസവും പ്രാർത്ഥനയും രോഗശാന്തി പ്രാർത്ഥനയും എല്ലാം നടത്തുവാൻ തുടങ്ങിയിട്ട് അനേക പ്രലോഭനങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബലഹീനായ ഞാൻ പോത്താനിക്കാട് യാക്കോബ പള്ളിയിൽ, പെരുമ്പാവൂർ സുവിശേഷ സമാജം പള്ളിയിൽ ധ്യാനവും രോഗശാന്തി പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരേ സമയത്ത് 2 സ്ത്രീകൾ പലപ്പോഴായി പ്രലോഭനങ്ങളുമായി കടന്നു വന്നു. കുറച്ച് നാളുകൾ പിന്നിട്ടപ്പോൾ ഞാൻ ടോണി ശമ്മാശനുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. അവർ 2 പേരെയും സ്നേഹപൂർവ്വം വിളിച്ച് ശാസിച്ചു. ദൈവാനുഭവത്തിലുള്ള ജീവിതത്തിന് വേണ്ടി ഉപദേശങ്ങൾ കൊടുക്കുവാനിടയായി തീർന്നു. ലോകത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ തകരപ്പാട്ടകൾ, പ്ലാസ്റ്റിക്, മറ്റനേകം ഉപയോഗശൂന്യമായി കിടക്കുന്ന നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങൾക്കൊക്കെ വിലയുണ്ട്. അത് കൊണ്ടുപോയി കൊടുത്താൽ അതിന് വില കിട്ടും. ഒരു വിലയുമില്ലാത്ത ഒരു വസ്തുതയുണ്ട്, യാതൊരു വിലയുമില്ലാത്ത ഒരു വസ്തുത. അതിൻ്റെ പേരാണ് പാപം. ഭർത്താവ് ചെയ്ത പാപം ഭാര്യ ഏറ്റെടുക്കുവാൻ തയ്യാറല്ല. ഭാര്യ ചെയ്ത പാപം ഭർത്താവ് ഏറ്റെടുക്കുവാൻ തയ്യാറല്ല. മക്കൾ ചെയ്ത പാപം മാതാപിതാക്കൾ ഏറ്റെടുക്കുവാൻ തയ്യാറല്ല. കൽക്കട്ടയിലെ സുന്ദർജി എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ വണ്ടി വലിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനെ തൻ്റെ വണ്ടിയിൽ കയറ്റി വളരെ വേഗത്തിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഉടനെ അദ്ദേഹം 2-3 പ്രാവശ്യം ചുമച്ചു. വണ്ടി മെല്ലെ അവിടെ നിർത്തി ഒരു സൈഡിലേക്ക് മാറി നിന്ന് ഛർദ്ദിക്കുവാൻ തുടങ്ങി. ഓട്ടോറിക്ഷയിലിരിക്കുന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ അവിടെ നിന്ന് ചാടിയിറങ്ങി, സഹോദരൻ നിങ്ങൾക്ക് എന്ത് പറ്റി? ഒന്നുമില്ല, എനിക്ക് ഉള്ളിലെ പല കോശങ്ങളിലും കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങൾ പിന്നെ എന്തിനാണ് ഇത്ര ബന്ധപ്പെട്ട് ഈ ഓട്ടോറിക്ഷ വലിച്ചുകൊണ്ട് നടക്കുന്നത്? സാറേ, എൻ്റെ മകളുടെ വിവാഹമാണ്. 2 ദിവസം കഴിഞ്ഞാൽ എൻ്റെ മകളുടെ വിവാഹമാണ്. 500 രൂപയുടെ കുറവുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ബന്ധപ്പെട്ട് ഓടി നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, സഹോദര, ഈ റിക്ഷ ഇവിടെ ഒതുക്കി നിർത്തുക, എന്നെ ഇതിൽ കയറ്റി വലിക്കണ്ട. നിങ്ങൾക്ക് ഈ 500 രൂപയ്ക്കുള്ളൊരു വകുപ്പ് ഞാൻ കാണിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി കുറച്ച് ഫയലുകളെല്ലാം അദ്ദേഹം ഒപ്പിടിച്ചു.
തുടർന്ന് അവർ രണ്ടുപേരും പോയി. മകളുടെ വിവാഹം ഭംഗിയായി നടന്നു. വധൂവരന്മാർ കാൽക്കൽ വണങ്ങി പിതാവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് വരൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് വലിയ കലശനായ ഒരു ചുമയുണ്ടായി. രക്തം ഛർദ്ദിച്ച് അദ്ദേഹം മരണപ്പെട്ടു പോയി. നേരം വെളുത്തു. അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത ഓഫീസിലെ ആളുകൾ അവിടേക്ക് കടന്നു വന്നു. ഇദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി 500 രൂപ പറ്റി ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ഈ മനുഷ്യൻ്റെ ഡെഡ് ബോഡിയുമായി അവർ പോയി. എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യൻ രക്തം ഛർദ്ദിച്ച് തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ആർക്കും വേണ്ടാത്ത പാപം, ലോകത്തിൻ്റെ പാപം മുഴുവനും ചുമന്നുകൊണ്ട് ഭാരമേറുന്ന ക്രൂശും വഹിച്ച് പീലാത്തോസിൻ്റെ അരമനയിലെ അടികളേറ്റ് തകർന്നവനായി, തകർക്കപ്പെട്ടവനായി വലിയ ഭാരത്തോടെ കാൽവരിയിലേക്ക് ക്രൂശുമായി കടന്നുപോയി. ആ കാൽവരി മേട്ടിൽ 2 കള്ളന്മാരുടെ മധ്യേ യേശുവിനെ ക്രൂശിക്കുകയാണ്. യേശു തമ്പുരാൻ എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാണനെ വെടിഞ്ഞു. ഒരു മനുഷ്യൻ തന്റെ മകളുടെ വിവാഹം നടക്കുവാൻ വേണ്ടി രക്തം ഛർദ്ദിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിന്റെ മുഴുവനും പാപത്തെ മോചിപ്പാൻ വേണ്ടി ആർക്കും വേണ്ടാത്ത പാപം മുഴുവനായി ചുമന്നുകൊണ്ട് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവ് നമ്മുടെ വിവാഹം സ്വർഗരാജ്യത്തിൽ വെച്ച് നടത്തപ്പെടുവാൻ മണവാളനായ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. എത്ര വലിയ സ്നേഹമാണ്! ദൈവത്തിൻ്റെ ആത്മാവ് കൃപയോടുകൂടി പരിവർത്തിക്കുന്ന ഓരോ വ്യക്തിയിലും ഈ കാൽവരി ക്രൂശിലെ യാഗം നിരന്തരമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രസരണം നിനക്ക് നിന്റെ ശരീരത്തിൽ ധാരാളമായി ലഭിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കുന്നു. പ്രിയമുള്ളവരെ, പൗലോസ് പറയുന്നു, ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഇച്ഛിക്കാത്ത നന്മ അത്രയേ ചെയ്തു പോകുന്നത്. ഒരു ദൈവവൈതൽ ചിന്ത കൊണ്ടോ സ്പർശനം കൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പാപത്തിന് അടിമയായി തീർന്നാൽ അവൻ സാത്താൻ്റെ അടിമയിലേക്ക് വഴുതി മാറിപ്പോകുവാനിടയായിത്തീരും. ഈ പാപം ചെയ്താൽ ഉടനെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് കടന്നു വരിക, അവങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പാൻ പാപപരിഹാരയാഗമായി തീർന്ന യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ വളരെ കരുണയോടുകൂടെ കരങ്ങൾ നീട്ടി ആ ക്രൂശിലെ അവൻ്റെ തൃപ്പാദം ചുംബിച്ചുകൊണ്ട്, പാപിയാവുന്ന എന്നോട് കരുണ ചെയ്യണമേ, എൻ്റെ പാപങ്ങളെ മോചിക്കണമേ, നിനക്ക് വേണ്ടി യാഗമായി തീർന്ന എൻ്റെ പുണ്യപ്പെടുത്തുന്ന രക്ഷകനാണ്, നീ എൻ്റെ മണവാളനാണ്, നീ എന്നെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവങ്കിലേക്ക് മടങ്ങി വരിക. പാപത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ദൈവസ്നേഹത്തിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവം നമ്മെ ശക്തീകരിക്കും, നമ്മെ സഹായിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. റോമാലേഖനം 6:23 പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്തു കൂട്ടുന്ന മനുഷ്യൻ സത്യാനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിന് ഒരുങ്ങുന്നില്ല എങ്കിൽ അവൻ ആത്മാവിൽ മരിച്ചവനായി മൃതപ്രായനായി ഈ ലോകത്തിൽ ജീവിക്കേണ്ട ഗതികേടിലേക്ക് മാറ്റപ്പെടും. ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അത്ഭുതകരമായ നമ്മെ അനുദിനം വഴി നടത്തുന്ന സത്യമണവാളനായ ആ യേശു ക്രിസ്തുവിലേക്ക് നോക്കുക.
അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രിയമുള്ളവരെ, പാപത്തിന് അനേക ദോഷഫലങ്ങളുണ്ട്. പാപം നമ്മളെ മരിപ്പിക്കും. പാപം നമ്മുടെ തലമുറകളെ നശിപ്പിക്കും. പാപം നമ്മുടെ ജീവിതത്തെ മുരടിപ്പിക്കും. പാപം സാത്താൻ കണ്ട് കൈകൊട്ടി ചിരിച്ച് നമ്മെ അവഹേളന പാത്രമാക്കി തീർക്കും. ലോകത്തിൽ അനേക മതസ്ഥാപകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും അനേക ഭാര്യമാരും വെപ്പാട്ടികളുമായി ജീവിച്ച് പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് ഞങ്ങൾ ദൈവത്തിൻ്റെ അവതാരമാണെന്നും ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണെന്നും സ്വയമേ വീമ്പിളക്കിക്കൊണ്ട് ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ച് അനേക മക്കളുടെ കണ്ണ് കുരുടാക്കി തീർത്തു. എന്നാൽ പ്രിയമുള്ളവരെ, അവരുടെ താല്പര്യത്തിന് കീഴ്പ്പെടാത്തവരെ കൊന്നുമുടിച്ച് രക്തം ചിന്തി അനേക ഭർത്താക്കന്മാരെ കൊന്ന് ഭാര്യമാരെ കവർന്നെടുത്ത സംഭവമെല്ലാം ചരിത്രത്തിലൂടെ നാം പഠിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് തൻ്റെ ചെറുവിരൽ കൊണ്ടുപോലും പാപം എന്തെന്നുള്ളത് തൊട്ടു തീണ്ടാതെ മാതൃകയായി ജീവിച്ചവനാണ്. അനേക രക്തം ചിന്തി മതങ്ങളിലേക്ക് ആളുകളെ ചേർത്ത് വെച്ചപ്പോൾ നമ്മുടെ കർത്താവ് ആരെയും ഉപദ്രവിച്ചിട്ടില്ല, രക്തം ചിന്തിയിട്ടില്ല. പല ദൈവദാസന്മാരും യേശു ഒരു വിപ്ലവകാരിയാണെന്നും യേശു യെരുശലേം ദേവാലയത്തിൽ വെച്ച് ചാട്ടമാറുകൊണ്ട് അടിച്ചുവെന്നും പ്രസംഗിക്കാറുണ്ട്. യേശു കർത്താവ് ആരെയും ഉപദ്രവിച്ചിട്ടില്ല, അടിച്ചിട്ടില്ല. ചാട്ടമാർ കയ്യിൽ പെടുത്തു എന്ന് പറഞ്ഞാൽ അടിച്ചു എന്ന് വ്യാഖ്യാനിക്കാൻ ആർക്കാണ് അധികാരം? രക്ഷകനായി വന്നവൻ സംഹരിക്കുന്നവനല്ല, ഉപദ്രവിക്കുന്നവനല്ല. വേദപുസ്തകത്തിലെ ഹീബ്രു ഭാഷ മുതൽ ഏത് ഭാഷയിലെയും വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ യേശു ആരെയും അടിച്ചതായിട്ട്, ചാട്ടമാരെടുത്ത് അടിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഞാനിത് എടുത്തു പറയാൻ കാരണം യേശു പാപം ചെയ്യാത്തവനാണ്. പാപം ചെയ്യാത്തവന് മാത്രമാണ് പാപികൾക്ക് വേണ്ടി യാഗമായി തീരുവാൻ സാധിക്കുന്നത്. മറ്റനേകർ രക്തം ചിന്തി അനേക ആയിരങ്ങളെ, ലക്ഷങ്ങളെ അവരുടെ അഭിപ്രായത്തിലേക്ക്, മതത്തിലേക്ക് ചേർത്തുവെങ്കിൽ യേശു ക്രിസ്തു തൻ്റെ പുണ്യാഹ രക്തം ചിന്തി അനേകരെ ദൈവസ്നേഹത്തിലേക്ക് ചേർത്തുകൊള്ളുകയാണ് ചെയ്തത്. ദൈവമുള്ളവരെ, യേശുവിനെ കുറിച്ച് അടുത്തറിഞ്ഞ് രുചിച്ചറിയുമ്പോൾ അവൻ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനാണെന്നും അവൻ മാത്രമാണ് വീണ്ടെടുപ്പുകാരനെന്നും അവൻ മാത്രമാണ് രക്ഷകനെന്നും പൂർണ്ണമായി നമുക്ക് ബോധ്യമാകും. യേശുവിൻ്റെ ആ വലിയ രക്ഷ നാം സ്വായത്തമാക്കേണ്ടതാണ്. നമുക്ക് വേണ്ടി ചാട്ടമാറുകൊണ്ട് അടിയേറ്റു. തൻ്റെ പുറമൊഴുവും ചാലുകൾ പോലെ കീറി മാംസങ്ങളെല്ലാം ചിന്നിച്ചെതറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിക്കുവാൻ അവൻ നമുക്ക് വേണ്ടി അടിയേറ്റു. ദൈവാത്മാവിൽ ജീവിക്കുവാൻ, പാപികളെ നേടിയെടുക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുവാൻ അവൻ നമുക്ക് പാപപരിഹാര ബലിയായി തീർന്നു. പഴയ നിയമം പരിശോധിക്കുമ്പോൾ അവിടെ കോലാട്ടുകൊറ്റനെയും കാളക്കുറ്റന്മാരെയും പ്രാവുകളെയും ചങ്ങാലികളെയും പാപപരിഹാര ബലിയായി അർപ്പിച്ചു. ആ മൃഗങ്ങളുടെ രക്തമെല്ലാം കളങ്കമുള്ളതായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം, കളങ്കരഹിതമായ രക്തം നമുക്ക് വേണ്ടി യാഗമായി, പാനീയമായി അവൻ ഒഴിച്ചു. അവൻ്റെ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി അവൻ ഊറ്റി തന്നു.
അവൻ്റെ തിരുരക്തത്താൽ നമുക്ക് സൗഖ്യം ലഭിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. കണ്ടാലും കാൽവരിയിൽ കുരിശിൽ ശിരസതു ചാഞ്ഞു പരൻ, കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാടികളിൽ, കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാടികളിൽ. പാപപരിഹാര ബലിയായി തീർന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുവാൻ രക്ഷകനായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് തുടർന്ന് നമുക്ക് കാതോർക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.